മോക്ഷത്തിലേക്കുള്ള പാത. നമ്മൾ എല്ലാവരും ഗൃഹസ്ഥാശ്രമികളാണ്. നമുക്ക് വേണ്ടത് ആത്മശാന്തി, മനസമാധാനം, ഇതൊക്കെയാണ്. ഇതിൻ്റെ വേറൊരു പേരാണ് മോക്ഷം. പണമോ അധികാരമോ ഉപയോഗിച്ച് നേടാവുന്ന ഒന്നല്ല മോക്ഷം. അതുകൊണ്ട് ഉപനിഷത്തുക്കൾ അടിവരയിട്ട് പറയുന്നു, ന കർമ്മണ ന പ്രജയ ന ധനേന എന്ന്. കർമ്മം കൊണ്ടോ ധനം കൊണ്ടോ ആൾബലം കൊണ്ടോ നേടാവുന്ന ഒന്നല്ല മോക്ഷം. എല്ലാ കർമ്മങ്ങളും ധർമാനുസരണമാണെങ്കിൽ അത് മോക്ഷത്തിലേക്ക് നയിക്കും എന്നാണ് ശാസ്ത്രം പറയുന്നത്. മനസ്സിനെ നിയന്ത്രിച്ചാലേ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനാവൂ. കാരണം ഇന്ദ്രിയങ്ങളെ പ്രവർത്തന സജ്ജമാക്കുന്നത് മനസ്സാണ്. ഈ സംസാര സാഗരത്തിൽ മുങ്ങിയും പൊങ്ങിയും നീന്തിയും കഴിയുന്ന നമുക്ക് സാഗരത്തിനപ്പുറത്തെത്തുക എന്നുള്ളത് വളരെ വിഷമമുള്ള കാര്യമാണ്. ബുദ്ധി തേരാളിയും ആത്മാവ് രഥിയുമാണ്. ശരീരമാകട്ടെ രഥവും. ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകൾ ശരീരത്തെ മുന്നോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കുന്നതെല്ലാം ക്ഷണികമാണ്. ശരീരമെന്ന രഥം നശ്വരമാണ്. എപ്പോൾ വേണമെങ്കിലും മണ്ണിൽ പുതയാം. രഥചക്രങ്ങൾ ഊരിപ്പോകാം. ശത്രുനിരകൾ രഥത്തെ നശിപ്പിച്ചെന്നു വരാം. പക്ഷേ സാരഥി മാറുന്നില്ല. ജന്മാന്തരങ്ങളിലും അത് നയിച്ചുകൊണ്ടിരിക്കുന്നു. അറിവുള്ളവന്റെ മനസ്സും ഇന്ദ്രിയങ്ങളും ചേർന്ന ആത്മാവ് തന്നെയാണ് എല്ലാം അറിയുന്ന ഭോക്താവ്. അങ്ങനെയുള്ള ഭോക്താവ് ഈശ്വരപദം പ്രാപിക്കുന്നുണ്ട്. സുഖദുഃഖ സമ്മിശ്രമായ ജന്മം അവനുണ്ടാകില്ല. സംസാര സാഗരമാണ് നശ്വരമായ ജീവിതം. അത് പ്രക്ഷുബ്ധമായിരിക്കും. അക്കരെ എത്തുക എന്നത് സാഹസികമായ യാത്രയാണ്. എന്നാൽ വിജ്ഞാനമാകുന്ന തേരാളിയും മനസ്സാകുന്ന കടിഞ്ഞാണും ഒപ്പമുണ്ടെങ്കിൽ അക്കരെ എത്താൻ സാധിക്കും. തിരമാലകളെ മുറിച്ച് കൊടുങ്കാറ്റിനെ മറികടന്ന് അക്കരെ എത്തിയാൽ വിഷ്ണുപദമായി. അത് പ്രാപിച്ചു കഴിഞ്ഞാൽ ജന്മം സഫലമാകും. പിന്നെ മറ്റൊരു ജന്മം എന്തിനാണ്? മോക്ഷത്തിലേക്കുള്ള വിഷ്ണുപദം പ്രാപിക്കാൻ മഹാവിഷ്ണുവിനെ ധ്യാനിക്കണം. ഭഗവാൻ എവിടെയെല്ലാം ഉണ്ട് എന്ന് അന്വേഷിക്കേണ്ടതില്ല. ഭക്തഹൃദയമാകുന്ന പത്മകർണികയുടെ മധ്യത്തിൽ വിഷ്ണു വിളങ്ങുന്നു. ശംഖചക്ര ഗദാധാരിയാണ് വിഷ്ണു. ശ്രീവത്സവും കൗസ്തുഭവും അദ്ദേഹം അണിഞ്ഞിരിക്കുന്നു. നിത്യനും ശുദ്ധനും ബുദ്ധിയുക്തനും സത്യാനന്ദ സ്വരൂപവുമാണ് വിഷ്ണു. വിഷ്ണു തന്നെയാണ് പരമാത്മാവ്. അദ്ദേഹം തന്നെയാണ് പരബ്രഹ്മവും പരമജ്യോതിസും. ജീവിതമൂർത്തിയായ വിഷ്ണു 24 മൂർത്തികൾ ചേർന്നവനായി സാളഗ്രാമശിലയിൽ വിരാജിക്കുന്നു. ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗണ്ഡകി നദിയിൽ നിന്ന് ലഭിക്കുന്ന ആകാര ഭംഗിയുള്ള ശിലകളാണ് സാളഗ്രാമങ്ങൾ. ദ്വാരകാദി ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളിൽ കുടികൊള്ളുന്ന മഹാവിഷ്ണുവിനെ ധ്യാനിക്കുക. ഗുരുവായൂരപ്പൻ പണ്ട് കൃഷ്ണൻ ദ്വാരകയിൽ വെച്ച് പൂജിച്ചിരുന്ന വിഗ്രഹമാണ് എന്ന് പറയപ്പെടുന്നു. കൃഷ്ണന്റെ പൂർവികർ മുതൽ പൂജിച്ചിരുന്ന വിഗ്രഹമാണ് അത്. ധ്യാനത്തിന്റെ ഗുണഫലം അപാരമാണ്. യഥാർത്ഥ ധ്യാനം ചെയ്യുന്ന ഭക്തന്റെ മനസ്സ് ആഗ്രഹിക്കുന്നതെല്ലാം സ്വന്തമാക്കും. ഭഗവത്ഗീതയിൽ പറയും പോലെ കാമിക്കാത്ത കർമ്മത്തിന്റെ ഫലം അമൂല്യമാണ്. നിഷ്കാമനായി ധ്യാനിക്കുകയും സ്തുതിക്കുകയും ജപിക്കുകയും ചെയ്യുന്നവൻ മുക്തിപദം പ്രാപിക്കുന്നു. അതിനേക്കാൾ വിലപ്പെട്ടതായി ഭൂമിയിൽ ഒന്നും തന്നെയില്ല. ബ്രഹ്മധ്യാനം കൈനീട്ടമായി നൽകുന്ന ഏറ്റവും വലിയ വിശിഷ്ടഫലം അതുതന്നെയാണ് ജ്ഞാനപ്പഴം. ജ്ഞാനസമ്പത്തും കർമ്മനൈപുണ്യവും ഈശ്വരകാരുണ്യവും ഒത്തുചേരുന്നിടത്ത് സകല സൗഭാഗ്യങ്ങളും മേൽക്കുമേലെ വന്നു ചേരും. അവസാന കാലത്ത് മോക്ഷം ലഭിക്കുകയും ചെയ്യും. സർവവ്യാപിയും സർവാതീതനുമായ പുരുഷോത്തമനായി എന്നെ അറിഞ്ഞു ഭജിക്കുന്നവൻ സർവജ്ഞനായി എന്നെ തന്നെ പ്രാപിക്കുന്നു എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നു. നമസ്കാരം. എൻ്റെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കല്ലേ.